ഐസ്ക്രീം ചിക്കൻ കാല് കടിക്കുന്ന പോലെ കടിച്ച് തിന്നുകയാണ് ലിയ. നമ്മുടെ ഐസ്ക്രീം ചലഞ്ച് ആണ്. 5 എണ്ണം 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. 5 മിനിറ്റിനുള്ളിൽ തീർക്കണം. ഓക്കെ, ആരാദ്യം തീർക്കുന്നോ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ആരേറ്റവും കൂടുതൽ തീർക്കുന്നോ അവർക്ക് 500 രൂപ ക്യാഷ് പ്രൈസ്. അമീന ലിയ. ഓക്കെ, എന്താ പേര്? നവനീത്. ഓക്കെ, അപ്പൊ നവനീത് ആണോ അമീന ലിയ ആണോ കൊണ്ടുപോകുന്നേ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ടൈമർ വെക്കും. സ്റ്റാർട്ടായ ഉടനെ. ഓക്കെ, ഓടാനല്ല ഉടനെ. അത് ശരി, അതിന്റെ ഇടയല്ലേ അല്ലേ? നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങൾ തന്നെ പൊട്ടിച്ച് കഴിക്കണം കേട്ടോ. ഓക്കെ, അതാണ് ചാലഞ്ച്. അപ്പം റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ കൊടുക്കോളെ, പോരട്ടെ. കൊടുക്കൂ. ആർക്കേറ്റവും കൂടുതൽ സപ്പോർട്ട് നോക്കാം. വാ. അവിടെ സപ്പോർട്ട് കൂടുതൽ കൊടുക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് രണ്ടാമത്തെ എടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഇവിടെ തുടങ്ങി. രണ്ടാമത്തെ ഇവിടെയും തുടങ്ങി. സപ്പോർട്ട് ചെയ്തെടുക്ക്. രണ്ടാമത്തെ അവിടെ മുക്കാലായിരിക്കാണ്. രണ്ടാമത്തെ ഇവിടെ പകുതിയായിരിക്കുകയാണ്. ഐസ്ക്രീം ചിക്കൻ കാല് കടിക്കുന്ന പോലെ കടിച്ച് തിന്നുകയാണ് ലിയ. ഇവിടെ 2 എണ്ണം തീർത്തിരിക്കുകയാണ്. ആഞ്ഞുപിടി. 1.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 1.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ബാക്കോട്ടേക്ക്, കുറച്ച് ബാക്കോട്ടേക്ക്. കഴിക്ക്. അവിടെ 3ാമത്തെ തീരാറായിരിക്കാണ്. ഇവിടെ 2.5 കഴിഞ്ഞിരിക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പൊറോട്ടയ്ക്ക് 3 തന്നിരിക്കുകയാണ്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിയ. 4ാമത്തെ കടിച്ചു പൊട്ടിക്ക്. സൈഡിൽ കൂടി എടുക്ക്. വിട്ടുകൊടുക്കരുത് നവരെ. കൊടുക്ക്. സപ്പോർട്ട്. നാലാമത്തെ നടന്നു. ഇവിടെ പകുതി, അവിടെ പകുതി. ഇനി ഒരെണ്ണം കൂടിയുള്ള ബാക്കി. ആര് തീർക്കും നോക്കാം. ഒരെണ്ണം കൂടെ ഉള്ളു. ബാക്ക് ഇറങ്ങ്. സൈഡ്. 5ാമത്തെ എടുത്തിരിക്കുകയാണ്. 2 പേരും എടുത്തിരിക്കുകയാണ്. ബാക്ക്. ഒന്ന് മാറി നമ്മളെ. ഓക്കെ, അവസാനത്തെ 2 പേരും ഒരേ സമയം തുടങ്ങി കഴിഞ്ഞു. കൊടുക്ക്. പുറത്തേക്ക് പോരുത്. ആര് കൊണ്ടോ 2 പേരും. എവിടെ തീർക്കും? 3 മിനിറ്റ്. പുറത്തേക്ക് തുപ്പരുത്. പുറത്തേക്ക് പോരുത്. കഴിക്കണം. കഴിക്കേണ്ടതാണ്. സമയമുണ്ട്. 4 മിനിറ്റ് ആയുള്ളൂ. സമയമുണ്ട്. ഇറക്കണം. ഇറക്കണം. യെസ്, വിന്നർ.
രണ്ടുപേരും 4 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് തീർത്തിരിക്കുകയാണ്. പക്ഷേ ഒരു 1.5 പോരാട്ടമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മകനെ, എന്നെ കളിയോടെ കളിച്ച് നീ എന്നെ പറ്റിയേ? പറയാൻ കിട്ടുന്നില്ലല്ലേ? മരിച്ചുപോയി ഒരുപാട് എന്റെ അവനെ. പക്ഷേ അടിപൊളി കളിയായിരുന്നു. അവസാനം നീ തിരിച്ചു പിടിച്ചത് ഒരു രക്ഷയില്ലായിരുന്നു. അവർ ജസ്റ്റിന് വിജയിച്ചാണ്. ആദ്യം ഏകദേശം അവരൊരു ഒരു ഐസ്ക്രീമിന് മുന്നിൽ പോയായിരുന്നു, എന്നിട്ടാണ് നീ തിരിച്ചു പിടിക്കുന്നത്. സൂപ്പർ മാച്ച് ആയിരുന്നു. 5 ഐസ്ക്രീം, ഇനി ഒരു ഐസ്ക്രീം കൂടെ എടുക്കട്ടെ? വേണ്ട. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, സൂപ്പർ. എന്തായിരുന്നു, എങ്ങനെയുണ്ട് ഫീല് ചോദിക്കട്ടെ? വളരെ നന്നായിരുന്നു. ഒരു ഐസ്ക്രീം കൂടെ എടുത്താലോ? ഐസ്ക്രീം ഒക്കെ നല്ലോണം തിന്നുന്ന ആളാണ്. ആണല്ലേ? പക്ഷെ ഇമ്മാതിരി തീറ്റ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താണല്ലേ, കോഴിക്കാല് കടിച്ചു പിടിക്കുന്ന പോലെ. എങ്ങനെ ഇത് സാധിക്കുന്നു? ഇതിനു മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നന്നായി കഴിക്കൂലേ? തീറ്റ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നാണ് ചാൻസ് കിട്ടി. ഇന്ന് 500 രൂപ കിട്ടുകയും ചെയ്തു. ഇനി ഇങ്ങനത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. ആദ്യത്തെ ഗെയിമില്, അതായത് ഇതിനു മുന്നേ നമ്മളൊരു ഗെയിം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഇവര് ജസ്റ്റ് മിസ്സായി പോയി, തോറ്റിരുന്നു. പക്ഷേ അവിടെ അതിൽ സങ്കലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ ഇത്ര ആളുള്ളതുകൊണ്ട് ഇവർക്കൊരു ഗെയിമും കൂടെ നമ്മൾ കൊടുത്തു. അങ്ങനെ അവര് വിജയിച്ചു. അപ്പൊ 500 രൂപ ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി ഒരാഴ്ചകൾ കൂടെ മാത്രം ഗായ്സ്. അപ്പം നീണ്ട 8 ആഴ്ചത്തെ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ എൻഡിങ് അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയും കൂടെ ഉള്ളൂ, ആ ഒരാഴ്ചയും കൂടെ ഉള്ളൂ നറുക്കെടുപ്പ്. അതിൻ്റെ പിന്നത്തെ ആഴ്ച ആരാണ് വിജയ്, 8000 രൂപേൻ്റെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ 2000 രൂപ ലഭിക്കുന്നത് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ലഭിക്കുന്നതാണ്. അപ്പം ഈ ആഴ്ചത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ആഴ്ച എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഗെയിമിൽ ഐസ്ക്രീം തിന്ന് തീർത്തത്? ഓക്കെ, ഇതാണ് ചോദ്യം. ഇതിന് കറക്റ്റ് ഉത്തരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ താഴെ, ലേറ്റസ്റ്റ് ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇത് മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കാണ് സ്മാർട്ട് ഫോൺ കിട്ടുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.